ചിലർ പറയും ഇത് അഹങ്കാരമാണ്, ആണിനെ പേടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾക്കാണ് ഇപ്പോൾ മുൻഗണന ഉള്ളത് സൊസൈറ്റിയിൽ. അല്ലോ അത്യാവശ്യം മാക്സിമം ആൾക്കാരെല്ലാം ഡൈജസ്റ്റ് ചെയ്ത് ആ ഒരു ഫ്ലോയിലേക്ക് വരിക, ഇപ്പോഴത്തെ സൊസൈറ്റീനെ അക്സെപ്റ്റ് ചെയ്ത് വരിക. അങ്ങനെ നടക്കുന്നത് തെറ്റാണ്, ഇങ്ങനെ നടക്കുന്നത് ഇത്തിരി ബോൾഡായ പ്രശ്നമാണ്, താഴെ നിൽക്കണം പെൺകുട്ടികളാണ് എന്ന് ചൂണ്ടി കാണിക്കുന്ന ഒരു സൊസൈറ്റിയാണ് നമുക്കുള്ളത്. നേരത്തെ ചുരിദാറൊക്കെ ഇട്ട് നടന്നേ, അപ്പോൾ ഇവിടെ വന്നപ്പോൾ നേരെ മോഡേൺ ഡ്രസ്സൊക്കെ ഇടാൻ തുടങ്ങി. അത് പുരോഗമന ചിന്താഗതി ഉള്ളവരും ഉണ്ടാവും, ഇല്ലാത്തവരും ഉണ്ടാവും. സ്ത്രീകൾ ബോൾഡ് ആവുന്നത് നമ്മുടെ സൊസൈറ്റിയിലുള്ള ആൾക്കാർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലയോ? പലർക്കും പല ഉത്തരങ്ങളായിരിക്കും. കുറേയൊക്കെ മാറിയെന്ന് പറഞ്ഞാലും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് കുറേയൊന്നും മാറിയിട്ടില്ല, ഒരു 50-50% ആണ്. സോ എൻ്റെ ഒപ്പീനിയൻ മാത്രമല്ല, നമ്മുടെ ചുറ്റിനുള്ള കുറേ ആൾക്കാരുടെ നമുക്ക് വർക്കിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ വർക്ക് ചെയ്യാത്ത ആൾക്കാരുടെ അടുത്ത് നമുക്ക് ഇതിനെപ്പറ്റി ഒന്ന് ചോദിച്ചു നോക്കാം. സോ നമുക്കൊന്ന് കേട്ട് നോക്കാം. ബാ. സ്ത്രീകൾ കുറച്ചുകൂടെ ബോൾഡ് ആവുന്നത് ആക്ച്വലി ജനറേഷൻ ബേസിലൊരു ഡിഫറൻസ് തോന്നിയിട്ടുള്ളൂ. മേ ബി ഒരു ഗ്രൂപ്പിൽ വരുന്ന സമയത്ത് അതിലൊരു പല ഡിഫറൻസ് ഉള്ള ജനറേഷൻസ് ഉണ്ടാവുമല്ലോ. സോ അതിൽ ചിലവർക്കത് ഇഷ്ടപ്പെടില്ല, ചിലവർക്കത് ഇഷ്ടപ്പെടും. ചിലർ പറയും ഇത് അഹങ്കാരമാണ്, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇവളൊക്കെ എനിക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായത് വെച്ചിട്ട് പറയാം കേട്ടോ. കുറച്ച് ബോൾഡായ സമയത്ത് ആണിനെ പേടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആണിനെ പേടിയില്ലാത്ത കൂട്ടത്തിലാണ്. അപ്പോൾ ഞാൻ കുറച്ച് തൊട്ട് റേസായി. ആക്ച്വലി അതൊന്നും നിസ്സാരമായിട്ടുള്ള കാര്യമായിരുന്നു. സോ ചിലവർക്ക് അത് അക്സെപ്റ്റബിൾ ആണ്, ചിലവർക്ക് അത് അക്സെപ്റ്റബിൾ അല്ല. അപ്പം അത് ഡിഫറൻസ് വരുന്നത് ജനറേഷൻ ബേസിൽ മാത്രമാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ ജനറേഷൻ എല്ലാവരും പറയുന്നില്ല, അതിലും ഒരുപാട് മാറി ചിന്തിക്കുന്നവരുണ്ട്. ഇൻ മൈ ഫാമിലി വരെ അങ്ങനെ മാറി ചിന്തിക്കുന്ന ആൾക്കാരാണ്. അവരും ഒരു 70s പക്ഷേ തിങ്ക് ചെയ്യുമ്പോൾ നന്നായി നീ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. ബട്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു ജനറേഷൻ വരുമ്പോഴും ചിലപ്പോൾ പറയും ആ ഒരു പഴയ കാലത്ത് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതല്ലാതെ എനിക്ക് വേറൊന്നും തോന്നിയില്ല. തിങ്ക് മാത്രമേ ഉള്ളൂ ആൾക്കാരുടെ. അത് ജനറേഷനിൽ ചിലപ്പോൾ മാറാതിരിക്കാം, അത്രയേ തോന്നിയിട്ടുള്ളൂ. പക്ഷേ സ്ട്രോങ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു ഇടുക്കിക്കാരിയാണ്. എൻ്റെ നാട് സംബന്ധിച്ചിടത്തോളം അവിടെ അത്രയ്ക്ക് അക്സെപ്റ്റബിൾ അല്ല. ആർക്കും എന്നല്ല, കുറേ പേര് ഡൈജസ്റ്റ് ആയി തുടങ്ങുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഇങ്ങനെ എറണാകുളം പോലത്തെ സിറ്റികളിൽ അത്യാവശ്യം മാക്സിമം ആൾക്കാരെല്ലാം ഡൈജസ്റ്റ് ചെയ്ത് ആ ഒരു ഫ്ലോയിലേക്ക് വരിക, ഇപ്പോഴത്തെ സൊസൈറ്റീനെ അക്സെപ്റ്റ് ചെയ്ത് വരിക. പിന്നെ കുറേ പേരും ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യാത്തവരും ഉണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി സിറ്റികളിൽ എപ്പോഴും മാക്സിമം ആൾക്കാർ ഇതിനോട് യോജിച്ച് വരിക, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നു തോന്നുന്നു. എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, എനിക്കങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ കണ്ടതും കേട്ടതും വെച്ച് ഞാൻ അവിടെ ജീവിച്ച ഒരു ലൈഫും ഇവിടെ ജീവിക്കുന്ന ഇപ്പോഴത്തെ ഒരു ലൈഫും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബെറ്റർ ഇവിടുത്തെ ആൾക്കാർ കുറച്ചുകൂടി അക്സെപ്റ്റ് ചെയ്ത് വരുന്നു. പിന്നെ ഇത് കാലം പൊയ്ക്കൊണ്ടിരിക്കുമല്ലോ, എല്ലാവരും ഇനി അക്സെപ്റ്റ് ചെയ്യും, ഉറപ്പായിട്ടും വരും. ഡൈജസ്റ്റ് ആവാൻ ഇപ്പോൾ ഒരു 80% ആൾക്കാർക്ക് അത് ഡൈജസ്റ്റ് ആവുന്നുണ്ട്. ബാക്കി ആൾക്കാർക്ക് അതിലേക്ക് അക്സെപ്റ്റ് ആവാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ കുടുംബത്തിലൊക്കെ ആയാലും പ്രായമായ ആൾക്കാർക്കൊക്കെ അങ്ങനെയുള്ള ചിന്താഗതിയാണ്, അങ്ങനെ നടക്കുന്നത് തെറ്റാണ്, ഇങ്ങനെ നടക്കുന്നത് ഇത്തിരി ബോൾഡായ പ്രശ്നമാണ്, താഴെ നിൽക്കണം പെൺകുട്ടികളാണ് എന്ന് ചൂണ്ടി കാണിക്കുന്ന ഒരു സൊസൈറ്റിയാണ് നമുക്കുള്ളത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു 80% ആൾക്കാർ ഓക്കെയാണ്. ഇപ്പോഴത്തെ തലമുറയിലെ ആൾക്കാരൊക്കെ ഓക്കെ ആയിട്ടാണ് വരുന്നത്. ഈ ഫാമിലിയിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? പുറത്ത് ഈ സമയത്ത് തിരിച്ചു വരണം, അങ്ങനെ എന്തെങ്കിലും ഇൻസ്റ്റൻസ് എന്തെങ്കിലും? ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ള രീതിയിലായതുകൊണ്ട് ഫാമിലിയിൽ അങ്ങനെ കേട്ടിട്ടുണ്ട്. മാറ്റം വരുമെന്ന് തോന്നുന്നു. ഉറപ്പായിട്ടും മാറ്റം വരും. ഇനിയുള്ള ജനറേഷൻ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും, ഓക്കെ ആവും. ബോൾഡ് ആണല്ലോ, ഞാൻ കണ്ടിടത്തോളം ബോൾഡാണ്. അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോൾ എല്ലാവരും ഏകദേശം അക്സെപ്റ്റ് ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പ്രശ്നം കാര്യങ്ങളൊന്നും ഞാൻ കേട്ടിട്ടില്ല, ഓക്കെയാണ്. ആരെങ്കിലും ഇങ്ങനെ ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്ന ഒരു സൊസൈറ്റിനെ കാണാറുണ്ടോ? അങ്ങനെ ഇല്ല, എൻ്റെ കൂടുതലവരൊക്കെ ഹാപ്പിയാണ്. അവർ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. കാരണം അവർക്കാണല്ലോ ഇപ്പം സ്ത്രീകൾക്കാണിപ്പോൾ മുൻഗണന ഉള്ളത് സൊസൈറ്റിയിൽ. അല്ലോ അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാവരും ഈക്വൽ ആണെന്നായിട്ട് തോന്നുന്നു. ഒരു വേർതിരിവ് അല്ലെങ്കിൽ അവർ ബോൾഡ് ആയാലും സൊസൈറ്റിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഒരേപോലെയാണ്. ഞാൻ എൻ്റെ കാഴ്ചപ്പാടിന് മാത്രമേ ഞാൻ പറഞ്ഞത്, കുഴപ്പമൊന്നും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ 50% പേരും അക്സെപ്റ്റ് ചെയ്യും, 50% ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം എൻ്റെ ഇത് വെച്ച് പറയുകയാണ്, ഞാനൊരു ഇടുക്കിക്കാരിയാണ്, അതുകൊണ്ട് ഇടുക്കിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ചുരിദാറൊക്കെ ഇട്ട് നടന്നേ, അപ്പോൾ ഇവിടെ വന്നപ്പോൾ നേരെ മോഡേൺ ഡ്രസ്സൊക്കെ ഇടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ നാട്ടിൽ പോകുമ്പോൾ എനിക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അവൾ അവിടെ പോയപ്പോൾ മാറി
അങ്ങനെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മോഡേൺ ഡ്രസ് ഇട്ട് അവിടെ പോയി വിടുമ്പോൾ അപ്പോൾ അവിടെ പഴയ ചിന്താഗതിക്കാർ അപ്പോൾ ഇങ്ങനെയൊന്നും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാത്തവരുണ്ട്. പിന്നെ ഇവിടെ അങ്ങനെയൊന്നുമില്ല, കുഴപ്പമില്ല, എല്ലാവരും അങ്ങനെയൊക്കെ അക്സെപ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. വീട്ടിലാണെങ്കിൽ എങ്ങനെയാ? വീട്ടിൽ അങ്ങനെ നേരത്തെയൊക്കെ അങ്ങനെ പറയാറുണ്ട്. ഇല്ല, ഇങ്ങനെ അവിടെ ഇങ്ങനെ രാത്രി പുറത്തിറങ്ങരുത് അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ അങ്ങനെ പറ്റില്ല, ഇവിടെ കുഴപ്പമില്ല. ഇവിടെ എല്ലാവരും അപ്ഡേറ്റഡ് ആണ്. സ്ത്രീകൾ ബോൾഡാവുമ്പോൾ സമൂഹത്തിൽ പല അഭിപ്രായങ്ങളുണ്ടാവും. നമ്മളെന്താണോ നമ്മൾ ബോൾഡായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ നിൽക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കുറേ പേര് ഇതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഈ കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ 2025 ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഒരു മാറ്റം വരുമെന്ന് തോന്നുന്നു. അത് പുരോഗമന ചിന്താഗതി ഉള്ളവരും ഉണ്ടാവും, ഇല്ലാത്തവരും ഉണ്ടാവും. പുരോഗമന ചിന്താഗതിക്കാർ ആ വഴിക്ക് പോട്ടെ, അല്ലാത്തവർ പഴയ സ്ഥലത്ത് തന്നെ കിടക്കട്ടെ എന്നാണ് എൻ്റെ ഒരു. ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാൻ ബോൾഡാവാനാണ് എല്ലാവരോടും പറഞ്ഞു കൊടുക്കാറുണ്ടല്ലേ? യെസ് ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഓരോ ഇതുണ്ടാവും. അപ്പോൾ നമ്മളതിൽ എൻ്റെ ഒരു ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും കൂടുതലും. അപ്പോൾ അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചില സമയത്ത് ചിലവരെങ്ങനെയാണ് അവരുടെ പെരുമാറ്റം കാര്യങ്ങളും അനുസരിച്ചായിരിക്കും. പിന്നെ നമ്മൾ ഒരിതാകുന്ന പോലെ ആയിരിക്കും അവരുടെ ഒരിത്. അപ്പോൾ എനിക്കെന്തായാലും എൻ്റെ കൂടെ ഉള്ളവരെല്ലാവരും എനിക്ക് അങ്ങനെയാണ്. ഇവിടെ ജീവിക്കുന്ന ഇപ്പോൾ കൊച്ചിയിലൊക്കെ എന്തെങ്കിലും കുറേ ദിവസങ്ങൾ ഇപ്പോൾ നാട്ടിലായാലും കൊച്ചിയിലൊക്കെ ആണെങ്കിലും കൂടിയിട്ടും കണ്ടിട്ടുണ്ട് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാത്ത സൊസൈറ്റി കുറച്ച് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കാറുണ്ടോ? അങ്ങനത്തെ മനസ്സിലാക്കാൻ നോക്കിയാൽ എൻ്റെ ഒരു ഇതിൽ എനിക്ക് അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടില്ല. ഇല്ല, അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാന്നുള്ളൂ. പക്ഷേ അങ്ങനെ ഒരാൾ നമ്മുടെ ഇതിലില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ല, കൂട്ടത്തിലില്ല. അപ്പോൾ കൂട്ടത്തിലുള്ളവരതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ഇതാക്കി വയ്ക്കും. മൊത്തത്തിൽ അങ്ങനെ ഒരു മാറ്റം വരും എന്ന് തോന്നുന്നുണ്ടോ? മൊത്തത്തിൽ അതൊരു മാറ്റം വരുന്ന ചില നമുക്ക് 100% പറയാൻ പറ്റില്ല. അതുകൊണ്ട് 50-50 ആണ്. അവരനുസരിച്ചിരിക്കും. അവരനുസരിച്ചിരിക്കും.